Today's the day, so stand up and shout. GGO, you got to play to win. GGO, let the games begin. You and your team keep getting better. You're good alone, but better together. GGO, you got to play to win. GGO. എല്ലാ ഡയറക്ഷണൽ ടാക്കിളും ഗ്രാവിറ്റി ഡ്രിബിളും പിന്നെ റോറിംഗ് ഫ്ലെയിം സ്ട്രൈക്കും ഇതിനെല്ലാത്തിനെയും ക്ലോൺ കോപ്പി ചെയ്തിട്ടുണ്ട്. ടീം ബെയർഫുട്ടിലെ ഫുട്ബോളേഴ്സ് ഇനി എങ്ങനെ കളിക്കണം എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. സ്കോർ ടൈ വരെ എത്തിയതാണ് മിത്ത് ക്ലോണിനെതിരെ റിയൽ റോറിംഗ് ഫ്ലെയിം സ്ട്രൈക്ക് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ടീം ബെയർഫുട്ട് 3-2 സ്കോർ വെച്ച് ജയിച്ചത്. അവരിനി സെമി ഫൈനൽസ് കളിക്കാൻ പോകും. നോക്കി കണ്ടു പോയിക്കൂടെ ചക്കാ. ഞാൻ പറയുന്നൊന്ന് കേക്ക് ഐസക്. മിത്തിനെ ടയറിന്റെ കയ്യിൽ കൊടുക്കുക. അതെന്താ അങ്ങനെ? കാരണം അതിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് നിനക്കില്ല. ഐസക്, മിത്തിനൊരു ഇമ്പോർട്ടന്റ് മിഷൻ ഉണ്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്. ഈ മിഷൻ അവൻ ജയിക്കണമെങ്കിൽ വേൾഡ് ടൂർണമെന്റിൽ എന്തായാലും കളിച്ചേ പറ്റൂ. അതിനവൻ എത്രയും പെട്ടെന്ന് നല്ലൊരു കൺട്രോളിന്റെ അടുത്തേക്ക് പോകണം. നാഷണൽ ടൂർണമെന്റ് വിജയി ആരാണെന്ന് ഏകദേശം തീരുമാനിച്ചു കഴിഞ്ഞു. അത് വേറെ ആരുമല്ല, ടൈറന്റിന്റെ ഗ്രൂപ്പാണ് ഐസക്. പക്ഷേ അച്ഛാ, എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. നിന്റെ കോൺഫിഡൻസ് അല്ല ഇപ്പോഴത്തെ പ്രശ്നം. ഞാൻ മിത്തിനെ വെച്ച് സെമിഫൈനൽസ് വരെ പോയിട്ടുണ്ട്. നിങ്ങൾ എന്താ എന്നെ വിശ്വസിക്കാത്തെ? നിനക്ക് അതിനുള്ള കഴിവില്ല. അത് തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ഹലോ, ടീം മിററിന്റെയും ഡെവിലിന്റെയും ഇടയിലുള്ള സെമി ഫൈനൽ തുടങ്ങാറായി. നീ വരുന്നുണ്ടോ? ഞാൻ ഇപ്പൊ തന്നെ അവിടെ എത്താം. എന്ത് നെയിം ഓഫ് ഡെവിൾസോ? അത് ടൈറന്റ് ആണല്ലോ. നീ വന്നതിൽ ഒരുപാട് സന്തോഷം. മാച്ച് എവിടെ വരെയായി? ഗെയിം തുടങ്ങിയിട്ട് 5 മിനിറ്റായി. ഡെവിൾ എന്ന ടീമാണ് മാച്ച് തുടങ്ങിയിരിക്കുന്നത്. വെറുതെ ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് എതിർ ടീമിനെ അടുത്തേക്ക് വരാൻ അവർ സമ്മതിച്ചിട്ടില്ല. അവരുടെ പ്ലെയർ ആണെങ്കിൽ 2 ഫുട്ബോൾ പ്ലെയറിന് തുല്യമാ. അയാളെന്താ ബുക്ക് വായിച്ചോണ്ടിരിക്കുന്നെ? ഗെയിം കളിക്കാൻ വരില്ലേ? മാച്ച് തുടങ്ങിയപ്പോ അവര് ബോൾ എടുത്തുകൊണ്ട് ഓടിയതാ. മിറർ ടീമിന്റെ ഫുട്ബോളർ ഒരുപാട് തടയാൻ ശ്രമിച്ചു. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവരുടെ പ്ലെയർ 2 പ്ലെയറിനെതിരെയാണെങ്കിലും അവരുടെ ടീംമേറ്റ് സഹായിക്കാൻ വന്നില്ല. ബോൾ അങ്ങോട്ടും ഇങ്ങോട്ട് പാസ് ചെയ്യാന്നല്ലാതെ അറ്റാക്ക് ചെയ്യുന്ന ഞാൻ കണ്ടില്ല. എന്തോ ഒരു പ്രാക്ടീസ് സെഷൻ പോലെ തോന്നുന്നു. ഓക്കെ ഡാർക്ക്നെസ്, അവർക്ക് കളിക്കാനുള്ള സമയമായി. എനിക്ക് മനസ്സിലായി. ഡാർക്ക്നെസ് മിററിന്റെ അടുത്താണ് ബോളെ തട്ടിവിട്ടിരിക്കുന്നത്. ഇനി മിറർ ആ ബോൾ വെച്ച് എന്ത് ചെയ്യുന്നതാണ് നമുക്ക് കാണേണ്ടത്. അവരെ വെറുതെ വിടരുത്. കണ്ടിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അവർ നിർബന്ധിക്കുന്നത് പോലെ അറ്റാക്ക് ചെയ്യണം. ലീഡർ സ്കൈ, നീ റൈറ്റിലേക്ക് പോയിട്ട് എത്രയും പെട്ടെന്ന് ബോൾ പാസ് ചെയ്യാൻ നോക്ക്. പിന്നെ നീ ലെഫ്റ്റിലേക്ക് പോയിട്ട് അവരെ ബ്ലോക്ക് ചെയ്യും. മനസ്സിലായി? ടീം ഡെവിൾ ഈ അറ്റാക്കിനെ അത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല. അവർ ബോളിന്റെ അരികിലേക്ക് പോകാനാണ് നോക്കുന്നത്. വാവ്, ഇതെന്ത് സ്ട്രാറ്റജിയാണ് അവരുടേത്. അവർ ടീം മിററിനെ കാര്യമായിട്ട് എടുക്കുന്നില്ലെന്ന് തോന്നുന്നു. നീ അവരെ ശ്രദ്ധിക്കണ്ട. നീ ബോട്ടെക്സ് ഉപയോഗിച്ച് എത്രയും പെട്ടെന്ന് ഗോൾ അടിക്കാൻ നോക്ക്.
മിററിന്റെ ലീഡറാണ് സ്ട്രൈക്ക് അടിക്കാൻ നോക്കുന്നത്. അവൻ ഗോൾ പോസ്റ്റിന്റെ അടുത്തേക്കാണ് സ്ട്രൈക്ക് അടിച്ചു വിട്ടത്. അവരെന്താ വിചാരിച്ചിരിക്കുന്നത്? നമ്മുടെ വോട്ടെക്സ് സ്ട്രൈക്കിനെ അവരൊട്ടും ശ്രദ്ധിക്കുന്നില്ല. ടീം മിററിന് വേണ്ടി സ്കൈ ആണ് ഇപ്പൊ ഷോട്ട് എടുക്കുന്നത്. ടീം ഡെവിളിന്റെ ഗോൾ കീപ്പറിന് ഈ ഷോട്ട് തടയാനാകുമോ? അവൻ തടഞ്ഞു. ഗോൾ കീപ്പർ പ്രോസിക്യൂട്ടർ ഗോൾ രക്ഷപ്പെടുത്തി. അവൻ അധികം പ്രയാസപ്പെട്ടതുമില്ല ഇതിന്. അവനത് എങ്ങനെ ചെയ്തത്? ഡെവിൽ ടീമിന്റെ ഗോൾ കീപ്പർ ഇത്രയും നല്ലതാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഒറ്റക്കാലുകൊണ്ട് തന്നെ തടഞ്ഞു. പ്രോസിക്യൂട്ടർ ബോളിനെ വളരെ ദൂരത്തേക്ക് പാസ് ചെയ്ത് വിട്ടു. ബോൾ മിററിന്റെ ലൈൻ ഓഫ് ഡിഫൻസ് ക്രോസ് ചെയ്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ഡിഫൻസിലേക്ക് ഇറങ്ങ്. ടീം ഡെവിളിന്റെ പ്ലെയറിന് ആ ബോൾ കിട്ടി. അവനൊരു സ്പിൻ കൂടെ ചേർത്താണ് ആ ബോളിനെ അടിച്ചു വിട്ടിരിക്കുന്നത്. അത് ഞങ്ങളുടെ സ്പെഷ്യൽ മൂവ് ആയിരുന്നല്ലോ. എന്ത്? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വോൾട്ടാക് സ്ട്രൈക്ക് അല്ലേ അത്? ഇത് വളരെ അമേസിംഗ് ആണ്. ടീം മിററിന് ബോൾ കിട്ടിയിട്ടും അത് തിരിച്ചവർ ഡെവിളിലേക്കാണ് പാസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഗോൾ അടിക്കുന്നത് എനിക്കത് കാണണം. നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ? ഗോൾ പോസ്റ്റ് പാസ് ചെയ്ത് ഗോൾ കീപ്പറിന്റെ മുട്ട ബൗൺസ് ചെയ്തിട്ടാണ് ഗോൾ ആയിരിക്കുന്നത്. എനിക്ക് ഇനിയും മനസ്സിലാവുന്നില്ല, ഗോൾ കീപ്പർ ഇത്ര അടുത്തായിട്ട് ആ ഷോട്ട് എങ്ങനെ അവൻ മിസ് ചെയ്തത്? മുൻപ് അവർ ഇതുപോലെ കളിച്ചിട്ടുണ്ടല്ലോ. അത് അവര് വേണമെന്ന് വെച്ച് ചെയ്തതാണ്, പെട്ടെന്ന് സംഭവിച്ചതല്ല. കളിപ്പിക്കുക. അതെ, ശരിയാണ്. പക്ഷെ അതിനേക്കാളും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ അവന്റെ വോൾട്ടാക് സ്ട്രൈക്ക് മിററിനെക്കാട്ടിലും നല്ലതാണ്. ഇപ്പോഴാണ് അവരത് കണ്ടുപഠിച്ചതെങ്കിൽ അതിനർത്ഥം അവരുടെ ഇമിറ്റേഷൻ എബിലിറ്റി ഭയങ്കര വലുതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളാരും പേടിക്കണ്ട. അവര് വെറുതെ നമ്മളിട്ട് കളിപ്പിക്കുക എന്ന് വെച്ച് അവരെ നിസ്സാരമായി കരുതണ്ട. നിങ്ങൾ ക്ഷമയോടെ ബോൾ കൺട്രോൾ ചെയ്ത് കളിക്കാൻ നോക്ക്. അങ്ങനെ തന്നെ ചെയ്യാം. ഡെവിൾസ് വളരെ എളുപ്പത്തിൽ ആ ബോൾ തട്ടിയെടുത്തിരിക്കുന്നു. അവരുടെ ഓട്ടം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകാം മിറർ ടീമിലെ എല്ലാ ഫുട്ബോളേഴ്സിനെക്കാട്ടിലും അവർ ഫാസ്റ്റ് ആണ്. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് അവർ ബോളിനെ ബൗൺസ് ചെയ്ത് ക്രോസ് ചെയ്ത് ഗോൾ അടിക്കുന്നത്. ഒരു കാര്യത്തിൽ നിങ്ങൾ എല്ലാവരും സമ്മതിക്കണം, ഇവർക്ക് എന്ത് സ്കിൽ, എന്ത് ടാലന്റ് ആണുള്ളത്. അവർക്ക് കമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവരുടെ സ്കിൽസ് ഭയങ്കര സംഭവമാണ്. മൈക്ക് വിട്ടുകൊടുക്കില്ല എന്ന് എനിക്കറിയാം. അവസാനം വരെ അവൻ പൊരുതും. കളിക്കും മിറർ, കളിക്കും മിറർ. ടീം മിറർ തോൽവി സമ്മതിക്കരുത്. ടീം മിറർ തോൽവി സമ്മതിക്കരുത്. ടീം മിറർ നിങ്ങൾ തോൽവി സമ്മതിക്കരുത്. ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ശരി, തോൽവി ഒരിക്കലും സമ്മതിച്ചു കൊടുക്കരുതെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. മാച്ച് തുടങ്ങിയിട്ട് 15 നിമിഷം കഴിഞ്ഞു. ഓഡിയൻസിൽ ഉന്മേഷം കൂടി വരികയാണ്. എന്റെ കളി കണ്ടോളൂ. ഈ ഷോട്ട് അവർ വളരെ ഭംഗിയായിട്ടാണ് കളിച്ചിരിക്കുന്നത്. ഇത് ഫാന്റം ട്വിസ്റ്റർ അല്ലേ? നിങ്ങൾ കളിച്ചോളൂ. അവരുടെ ടാക്ടിക്സ് അത്ര പവർഫുൾ ആണെങ്കിൽ നമുക്ക് മിഡ്ഫീൽഡിലേക്ക് പോയിട്ട് കൗണ്ടർ അറ്റാക്കിന് വെയിറ്റ് ചെയ്യാം. ഒന്ന് ഓർക്ക, തോൽവി സമ്മതിക്കാനേ പാടില്ല. ഇല്ല, സമ്മതിക്കില്ല. മാച്ച് തീരാനുള്ള സമയമായി.
ഗെയിം അവസാനിക്കാൻ ഇനി കഷ്ടിച്ച് 7 മിനിറ്റ് മാത്രം ബാക്കി. ടീം മിററിന്റെ ഡിഫൻസ് വളരെയധികം സ്ട്രോങ് ആണ്. പക്ഷെ അവരുടെ സ്കോർ നോക്കിയാൽ വെറും 0 മാത്രമേ ഉള്ളൂ. അവർക്ക് ഇപ്പൊ എന്തെങ്കിലും സ്കോർ ചെയ്തേ പറ്റൂ. ടീം മിറർ ഇപ്പൊ ഡിഫൻസ് അറ്റാക്കിലേക്ക് ഒന്നുകൂടെ ഇറങ്ങിയിരിക്കുന്നു. വളരെ ശ്രദ്ധിച്ചാണ് മൈക്ക് ഇതുവരെ കളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സ്ട്രോങ് ആയ ടീമായിട്ട് പോലും അധികം ഗോൾ വിട്ടുകൊടുക്കാതെ നന്നായി പരിശ്രമിച്ചു. മൈക്ക് നല്ലപോലെ ഹോൾഡ് ഓൺ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ടീം ഡെവിൽ സെക്കൻഡ് ഹാഫ് ആവുമ്പോൾ ഇനി സ്കോർ ചെയ്തില്ലെങ്കിലും സാരമില്ല എന്ന് കരുതുന്നുണ്ട്. നിങ്ങളത് ശ്രദ്ധിക്കണം. അവർ വീണ്ടും ഒരിക്കൽ കൂടെ കളിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പക്ഷെ ടീം ഡെവിൾസ് സ്കോർ ചെയ്യാനല്ല നോക്കുന്നത്. കണ്ടിട്ട് അവർ ടീം മിററിനെ വെറുതെ കളിപ്പിക്കാനാണ് നോക്കുന്നത്. ഇത് ടീം ഡെവിളിന്റെ ഒരു അഹങ്കാരം തന്നെയാണ്. അവര് നമ്മളെ അപമാനിച്ചതായിരിക്കാം എന്ന് കരുതി തോൽവി സമ്മതിക്കരുത്. ഗെയിമിന്റെ അവസാനം വരെ നമ്മൾ പൊരുതണം. ഇനി എന്തായാലും ജയിക്കാനുള്ള സാധ്യതയില്ല. പക്ഷെ നമ്മൾ മര്യാദയ്ക്കേ കളിക്കൂ. ലീഡർ ബോളിനെ പാസ് ചെയ്തിരിക്കുന്നു. ഇവൻ അത് തിരിച്ചടിച്ചിരിക്കുന്നു. ഇത് കോൺഫിഡൻസിന്റെ ലക്ഷണമല്ലേ? കണ്ടില്ലേ, ഡെവിൾസ് വീണ്ടും ഒരിക്കൽ കൂടെ ബോൾ തട്ടിയെടുത്തിരിക്കുന്നു. ഈ പ്രാവശ്യം ഷോട്ട് അടിക്കുമോ? കണ്ടില്ലേ, ക്രോസിനെ ഡാർക്ക്നെസ് കാലുകൊണ്ട് തട്ടിയിട്ടിരിക്കുന്നു. ക്രോസ് വേണ്ട, വിട്ടേക്ക്. വേണ്ട, പോകാൻ നോക്ക്. നമ്മളോട് അവരിങ്ങനെ കളിക്കരുത്. പെട്ടെന്ന് എല്ലാവരും കളിക്കാൻ നോക്ക്. ടീം മിറർ അറ്റാക്കിന് ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. അവർ ബോളിനെ കൊണ്ട് നേരെ ഗോൾ പോസ്റ്റ് അടുത്തേക്കാണ് പോകുന്നത്. എന്ത് സംഭവിച്ചാലും ശരി, ഒരു ഗോളെങ്കിലും അടിക്കണം. നമ്മൾ ടീം മിറർ ആണ്. നിനക്കെന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. വണ്ടർഫുൾ! ലീഡറിന്റെ കയ്യിലാണ് ബോള്. വളരെ നല്ലൊരു മൂവ് ആയിരുന്നു. സ്കൈലൈൻ പെട്ടെന്ന് പെനാൽറ്റി ഏരിയയിലേക്കാണ് പോകുന്നത്. ആർക്കെങ്കിലും അവനെ തടയാനാകുമോ? പെട്ടെന്ന് വോട്ടെക്സ് സ്ട്രൈക്ക് ഉപയോഗിക്കാൻ നോക്ക്. ഒരിക്കൽ കൂടി അവൻ വോട്ടെക്സ് സ്ട്രൈക്ക് ഉപയോഗിക്കുന്നു. പക്ഷെ അത് ഗോൾ പോസ്റ്റിന്റെ ബാറിലാണ് കൊണ്ടത്. 1 മിനിറ്റ് ബോൾ ലീഡറിന്റെ അടുത്തേക്കാണ് തിരിച്ച് റീബൗണ്ട് ചെയ്തത്. അവൻ മിഡ്ഡെയറിലാണ് ഗോൾ പിടിച്ചിരിക്കുന്നത്. അവനെ കൊണ്ട് ഗോൾ അടിക്കാൻ പറ്റുമോ, അതോ ഈ ചാൻസും മിസ്സാകുമോ? സ്കൈ ബോളിന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഒന്നും പറയാൻ പറ്റില്ല. എന്ത് വേണമെങ്കിലും ഇവിടെ സംഭവിക്കാം. സ്കൈ ഒരിക്കൽ കൂടി ഷോട്ട് അടിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ സംഭവിക്കുമോ? പക്ഷെ അവരുടെ ഗോൾ കീപ്പറിനെ അത് തടയാൻ കഴിഞ്ഞു. ബോളിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു പുറത്തേക്ക്. ഹീറോ ഒരു ശ്രമം കൂടെ നടത്തി. എന്നിട്ട് അവൻ ഗോൾ അടിച്ചിരിക്കുന്നു. ഇപ്പൊ അവരുടെ സ്കോർ 3-1 ആണ്. ഞാൻ ഇതുവരെ ജിജോ ഫുട്ബോൾ കൊണ്ട് കരഞ്ഞിട്ടില്ല. ആദ്യമായിട്ട് സന്തോഷം കൊണ്ട് കരയുന്നത്. ടീം മിററിന് ജയിക്കാൻ കഴിയും. ജയിക്കാൻ കഴിയും. ലീഡർ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്ക് കൈക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. നിനക്ക് കളിക്കാൻ പറ്റുമോ? അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. മാച്ചിന്റെ അവസാനം വരെ നമ്മൾ ഒന്നിച്ചു നിന്ന് കളിക്കും. ടൈറന്റ് ആണ് ഇപ്പൊ ചാർജ് എടുക്കുന്നത്. ഇതുവരെ നടന്ന ഒരു മാച്ചിലും ടൈറന്റ് പങ്കെടുത്തിട്ടില്ല. അവസാനം ഈ മാച്ചിന് വേണ്ടിയാണ് വരുന്നത്. ഈ മാച്ച് എങ്ങനെ നടക്കുന്നു നമുക്ക് കണ്ടറിയാം. അവസാനം നിങ്ങളും ഇതിൽ പങ്കുചേരാൻ തീരുമാനിച്ചു അല്ലേ? അവനിപ്പോ കളിക്കാൻ പോവാണ്. അത് കാണാനാ ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അവരുടെ കൺട്രോളർ ആരാന്ന് നോക്കി നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ ഗെയിം കളിച്ചാ മതി. മാച്ച് കളിക്കാൻ പോകുമ്പോ മുമ്പിൽ എന്തെങ്കിലും പ്രശ്നം വരും. എന്താണെന്ന് കണ്ടുപിടിച്ച് നിങ്ങളത് തകർക്കണം. മാച്ച് കഴിയാൻ ഇനി വെറും 4 മിനിറ്റ് മാത്രം. ടീം ഡബിൾ ഇതിനിടയ്ക്ക് ഒരു ഗോൾ കൂടെ സ്കോർ ചെയ്യുമോ, അതോ ഇനി ടീം മിററിന് ഒരു ഗോൾ കൂടെ സ്കോർ ചെയ്യാൻ പറ്റുമോ? ഈ മാച്ച് നമുക്ക് ജയിക്കണം. മുമ്പിൽ എന്ത് തടസ്സം വന്നാലും ആരും പേടിക്കേണ്ടതില്ല. എന്ത് പ്രശ്നമായാലും അത് നിങ്ങൾ തകർത്ത് മുന്നേറണം. നല്ല സ്പീഡ് വേണം നിങ്ങൾ പെനട്രേറ്റ് ചെയ്യാൻ.
സ്കൈനെറ്റിന് എബിലിറ്റി ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, പക്ഷെ ടൈറന്റ് തീർച്ചയായിട്ടും അടിച്ചു കഴിഞ്ഞാൽ സ്കൈനെറ്റിന് അത് തീർച്ചയായിട്ടും സേവ് ചെയ്യാൻ കഴിയില്ല, കാരണം അത് വളരെ ഭീകരമായിരിക്കും. ടീം മിററിന്റെ ഡിഫൻസ് എന്തൊക്കെയായാലും അവരിപ്പോ പെനാൽറ്റി ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. രണ്ട് പ്ലെയറിന്റെ നടുക്കൂടെയാണ് ബോളിനെ തട്ടിവിട്ടിരിക്കുന്നത്, എന്നിട്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എന്തൊരു ഫാസ്റ്റാ! മാത്രമല്ല അവന്റെ ഉന്നം ഒരിക്കലും തെറ്റാറില്ല, അതുകൊണ്ടാണ് അവൻ എല്ലാ പ്രാവശ്യവും ഗോൾ അടിക്കുന്നത്. അവൻ വളരെ ഫോക്കസ്ഡ് ആണ്. ടീം മിറർ ഗോൾ അടിച്ചു, 1 മിനിറ്റ് കൂടെ ആയില്ല. ടീം മിററിന് ബോൾ തൊടാൻ പോലും കഴിഞ്ഞില്ല. സ്കോർ ഇപ്പൊ 4-1 ആണ്. അവൻ ഒരു രക്ഷയുമില്ലെന്ന്. ഇത്രയും നല്ലൊരു കൺട്രോളറിനെ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അവരുടെ സ്കിൽസും ഫോർമേഷനും ഭയങ്കര നല്ലതാണ്. ഫുൾ മാച്ചും ടൈറന്റിന്റെ കൺട്രോളിലാണെന്നേ. ഇനി ടീം മിറർ ഒരു ഗോൾ അടിച്ചാൽ കൂടെ അവർക്ക് ഈ സ്കോറുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റില്ല. ഫുട്ബോൾ നാഷണൽ ടൂർണമെന്റിലെ ആദ്യത്തെ റെക്കോർഡാണിത്. സോറി ഗായ്സ്, പെർഫെക്റ്റ് ആയി കളിക്കുന്ന ഫുട്ബോളേഴ്സിനെതിരെയാണ് നിങ്ങൾ ഈ കളിക്കുന്നത്. ഈ മാച്ചിന്റെ അവസാനത്തെ നിമിഷമാണിത്. ടീം ഡെവിൾസ് ബോളിനെ തട്ടിയെടുത്തത് കണ്ടില്ലേ? ടീം മിററിന്റെ കയ്യിൽ ഒരു വഴിയുമില്ല. അവസാനത്തെ അറ്റാക്ക് കൂടെ ശ്രമിച്ചിരിക്കുന്നു. ടീം മിററിന്റെ ബോളർ വളരെ ആവേശത്തിലാണ് അവരെതിരെ ഓടുന്നത്. അവരത് ചെയ്യാൻ പറ്റി. ടീം മിറർ ബോൾ തട്ടിയെടുത്തിരിക്കുന്നു ഡെവിൾസിന്റെ കയ്യിൽ നിന്ന്. കണ്ടിട്ട് ടീം മിറർ ഇതുവരെ തോൽവി സമ്മതിച്ചില്ലെന്ന് തോന്നുന്നു. അതെ, അങ്ങനെ തന്നെ. തോൽവി സമ്മതിക്കരുത്. അവസാനം വരെ പൊരുത്. അതെ, തോൽവി സമ്മതിക്കരുത്. തോൽവി സമ്മതിക്കരുത്. തോൽവി സമ്മതിക്കരുത്. തോൽവി സമ്മതിക്കരുത്. അവർ ടീം ഡെവിൾസിനെ ക്രോസ് ചെയ്താണ് പോയിരിക്കുന്നത്. പക്ഷെ ആരും അനങ്ങുന്നില്ല. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അവർക്കറിയാം അവര് ജയിക്കാൻ പോവാണെന്ന്. അതുകൊണ്ട് ഇവരുടെ അറ്റാക്ക് പോലും അവര് ഡിഫെൻഡ് ചെയ്യുന്നില്ല. സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ലാത്ത കളിയാണ്. ദുഷ്ടന്മാർ. ഞാൻ പറയുന്നത് കേക്ക് ലീഡർ. നമുക്ക് അവസാനമായി വോട്ടെക്സ് സ്ട്രൈക്ക് അടിക്കാം. ടീം ഡെവിൾ ആണെങ്കിൽ ടീം മിററിന് ഒട്ടും ശ്രദ്ധിക്കുന്നത് പോലുമില്ല. അവർ ഷൂട്ട് ചെയ്യാൻ അനുവദിക്കുന്നുണ്ട്. ജിജിഒ ഫുട്ബോൾ നാഷണൽ ടൂർണമെന്റിലെ ആദ്യത്തെ സെമിഫൈനൽ മാച്ച് ഇവിടെ തീർന്നു. ടീം ഡെവിൾ ടീം മിററിനെതിരെയായിരുന്നു. സ്കോർ 6-2. കമോൺ പിള്ളേരെ, നിങ്ങൾ എന്തിനാ ഈ കരയുന്നത്? നമ്മൾ ഇത്രമാത്രം പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് ജയിക്കാൻ പറ്റിയില്ലല്ലോ. തോറ്റില്ല, അവസാനം നമ്മളല്ലേ ജയിച്ചത്. 6-2 ആയിരുന്നു സ്കോർ. മാസ്റ്റർ കണ്ടില്ലേ, നമ്മള് തോറ്റുപോയി. ലാസ്റ്റ് ഗോൾ അടിച്ചില്ലായിരുന്നെങ്കിൽ മൈക്ക് വിഷമിച്ചനെ. നിങ്ങൾ മറന്നോ മൈക്ക് എന്തിനാ ഈ കോമ്പറ്റീഷനിൽ പങ്കെടുത്തെന്ന്? നിങ്ങൾ എല്ലാരും പഠിക്കാൻ വേണ്ടിയാ. എല്ലാരും ഒരുമിച്ച് നിൽക്കുന്നത് കണ്ടില്ലേ? അവന് വേണ്ടി വിഷമിക്കുന്നതും ഞാൻ കണ്ടു. അവന്റെ അധ്വാനത്തിന് ഫലമുണ്ടായി. അവന്റെ ലക്ഷ്യത്തിൽ അവൻ ജയിച്ചു എന്നാ എനിക്ക് തോന്നുന്നേ. കമോൺ, നമ്മളെല്ലാരും പോയി മൈക്കിനെ ഒന്ന് കണ്ട് നമ്മുടെ സപ്പോർട്ട് അവനുണ്ടെന്ന് അറിയിക്കണം. ശരി. ആ ഹെഡ് മാസ്റ്റർ പറഞ്ഞ കാര്യം എത്ര ശരിയാ? നമുക്കും ചെന്ന് മൈക്കിനെ കണ്ടാലോ? നീ എന്താ ആലോചിക്കുന്നത്? അച്ഛൻ പറഞ്ഞത് ശരിയാണ്. ഞാൻ അത്ര മിടുക്കനല്ല. സെമിഫൈനൽ വരെ ഞാൻ മിത്തിനെ വെച്ച് കളിച്ചു. എന്തുകൊണ്ട് അച്ഛൻ എന്നെ വിശ്വസിക്കാത്ത? നിനക്കതിനുള്ള കഴിവില്ല. അത് തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്.
അച്ഛാ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അച്ഛൻ വിചാരിച്ച പോലെ ഞാൻ വലിയ പ്ലെയർ ആയിട്ടില്ല.